നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നയതന്ത്ര യുദ്ധം ആരംഭിച്ച ഇന്ത്യ നിലപാടുകൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചു. പാക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വഴി കൊണ്ടുപോകുന്നതിനും നിരോധനം ഉണ്ട്. ഭീകരപ്രവർത്തനങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ തടയാൻ പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കവും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ഏറുന്നുണ്ടോ? അറബ് രാജ്യങ്ങളും എന്തിന് താലിബാൻ ഭരണകൂടമുള്ള അഫ്ഗാൻ വരെയും പാകിസ്ഥാനെ തള്ളിപ്പറയുകയാണുണ്ടായത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ സുഹൃത്തുക്കൾ എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന ആശയക്കുഴപ്പമുണ്ടാക്കിയെങ്കിലും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യക്കൊപ്പമെന്ന് പിന്നീട് ആവർത്തിച്ചു. റഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചപ്പോൾ പേരെടുത്ത് പറയാതെയായിരുന്നു ചൈനയുടെ പ്രതികരണം. ഇതിനിടെ ദേശീയ പരമാധികാരവും സുരക്ഷാ താൽപ്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ചൈന പിന്തുണയ്ക്കുന്നു എന്ന ചൈനീസ് അംബാസഡർ ജിയോങ് സെദോങ്ങിന്റെ പ്രതികരണം എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇന്ത്യക്കെതിരെ വിവാദ പരാമർശവുമായി ഇതിനിടെ ബംഗ്ലാദേശ് റൈഫിൾസ് മുൻ മേധാവി റിട്ടയർ മേജർ ജനറൽ ALM ഫസ്ലു റഹ്മാനും രംഗത്ത് വന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും പിടിച്ചെടുക്കണം എന്നാണ് ഫസ്ലു റഹ്മാൻ പറഞ്ഞത്. ഇതിനായി ചൈനയുടെ സഹായം തേടണമെന്നും നാഷണൽ ഇൻഡിപെൻഡന്റ് കമ്മീഷന്റെ ചെയർപേഴ്സൺ കൂടിയായ റഹ്മാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സൈനിക നടപടി പാകിസ്ഥാൻ ഏത് നിമിഷവും പ്രതീക്ഷിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ നിലപാട് എന്താകും? സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ AM ഷിനാസ്, ചരിത്ര അധ്യാപകൻ, ശ്രീ നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ നിരീക്ഷകൻ, പ്രൊഫസർ ജോസ് കുട്ടി എബ്രഹാം, വിദേശകാര്യ നിരീക്ഷകർ എന്നിവർ ആണ്. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഏറ്റവും ഒടുവിൽ വ്യാപാര വിലക്കുകളിലേക്ക് കൂടി ഇന്ത്യ കടക്കുന്നു എന്ന് മാത്രവുമല്ല, IMF വായ്പകൾ നൽകുന്നത് ഒഴിവാക്കണം എന്ന ആവശ്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നു. FATFിനോട് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നു. ഇത്തരം ആവശ്യങ്ങളോട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാട് എന്താകും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഏത് വിഷയത്തിലും എന്ന പോലെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലൂടെ മാത്രമേ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതെ, നമ്മളെപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു കഥയുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റേത്. എന്നോട് ചോദിച്ചു, 3ാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധം എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതെനിക്കറിയില്ല, പക്ഷേ 4ാം ലോകമഹായുദ്ധം നടക്കുകയാണെങ്കിൽ അതിലുപയോഗിക്കുന്നത് അമ്പും വില്ലും ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്ന ലക്ഷണമില്ല. കാരണം ലോകം സൈബർ യുദ്ധത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കൺവെൻഷനലായിട്ടുള്ള പരമ്പരാഗതമായ യുദ്ധരീതികളൊക്കെ മാറി സൈബർ ആക്രമണം, ഇപ്പോൾ നമ്മൾ കാണുന്ന വ്യാപാര ഉപരോധം, ഇങ്ങനെയുള്ള പല മാർഗങ്ങളും ആധുനിക കാലത്തുണ്ട്. അതുകൊണ്ട് ഇതിൽ ഏതാർക്കും ഉപയോഗിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റം ബോംബിട്ട് നിമിഷ നേരം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന വിഷയമല്ല. അങ്ങനെ ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാനും കഴിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾക്ക്, നമ്മുടെ അഭിമാനത്തിന്, അന്തസ്സിന് ഒക്കെ നിരക്കുന്ന രീതിയിൽ പ്രതികാരം എന്ന വാക്കിന് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ചെയ്തേ മതിയാകൂ രാജ്യം എന്ന നിലയ്ക്ക്. പക്ഷെ അത് സൈന്യത്തെ ഉപയോഗിച്ചോ അങ്ങോട്ടുള്ളൊരു സൈനിക നീക്കത്തിലൂടെയോ നശീകരണത്തിലൂടെയോ തന്നെ ആകണമെന്നില്ല. പക്ഷെ ലോകരാഷ്ട്രങ്ങൾ എന്നൊരു വിഷയമാണ്. ലോകരാഷ്ട്രങ്ങൾ പണ്ടൊക്കെയാണെങ്കിൽ വ്യക്തതയോടെ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നില്ല. പാകിസ്ഥാൻ്റെ വിഷയം വരുമ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും എല്ലാം പാകിസ്ഥാനിൽ താല്പര്യമുണ്ടായിരുന്നു. അവരുടെ ഒരു സ്ലേവ് കൺട്രിയെ പോലെയാണല്ലോ പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ അവർക്ക് പോലെ ഒരു സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള രാജ്യം തന്നെയാണ്. അപ്പോൾ അവരെ കൈവിടുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ അവസ്ഥ മാറിയിരിക്കുന്നു. പാകിസ്ഥാനെ എല്ലാവരും കാണുന്നത് ഒരു പരാജയപ്പെട്ട രാജ്യമായിട്ടാണ്, ഫെയിൽഡ് സ്റ്റേറ്റ് ആയിട്ടാണ്, റോഗ് സ്റ്റേറ്റ്, ഇത്തരം അവർക്ക് ലഭിക്കുന്ന വിശേഷണങ്ങൾ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇന്ത്യയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിൽ കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ചൈനയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ കേട്ട വർത്തമാനങ്ങൾക്കൊന്നും വലിയ കഥയില്ല, അത്ര കാര്യമാക്കാനുമില്ല. അതിനപ്പുറത്ത് ലോകത്തിൻ്റെ താല്പര്യം, ലോകത്തിൻ്റെ സഹാനുഭൂതി, ലോകത്തിൻ്റെ പിന്തുണ,
അത് കൂടുതലും ലഭിക്കുന്നത് ഇന്ത്യക്ക് തന്നെയാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ലോകത്തിന് ഇടപെട്ട് ഒരു പ്രശ്നവും തീർക്കാൻ കഴിയുന്നില്ല. ഗാസ അവിടെ നിൽക്കുന്നു, ഉക്രൈൻ അവിടെ നിൽക്കുന്നു. യുദ്ധം ചെയ്യുന്നവർ തമ്മിൽ യുദ്ധം ചെയ്ത് തീർക്കട്ടെ എന്ന മട്ടിലുള്ള നിസ്സംഗ മനോഭാവം അല്ലാതെ ലോകത്തിന് അത്ര ഫലപ്രദമായ ഒരു ഇടപെടലിനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. യെസ്, അവിടെ സാർ എടുത്തു പറഞ്ഞതിൽ രണ്ട് പേരുകൾ, ഒന്ന് ചൈനയും മറ്റൊന്ന് ബംഗ്ലാദേശുമാണ്. ഒരു പക്ഷേ ബംഗ്ലാദേശ് താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്. ആ രാജ്യത്തിൻ്റെ പിടിച്ചു നിൽക്കാൻ എത്രത്തോളം, അല്ലെങ്കിൽ ഒരു ആക്രമണ സ്വഭാവത്തിലേക്കൊക്കെ വന്നാൽ ബംഗ്ലാദേശിനെ പോലെ ഒരു രാജ്യത്തിന് എന്ത് പങ്ക് എന്നത് അന്താരാഷ്ട്ര സമൂഹം മാത്രമല്ല സാമാന്യമായി ആ രാജ്യത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് അങ്ങനെ തോന്നാം. പക്ഷേ ഇന്നിപ്പോൾ ഇതാ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ ചൈനയിലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ചൈനീസ് അംബാസിഡർ ജിയോങ് സെദോ ആണ് പാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയിൽ ചൈനയുടെ ഒരു പിന്തുണ പാകിസ്ഥാന് എന്ന മട്ടിൽ തന്നെയുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതായത് ചൈനയുടെ പരമാധികാരം, സുരക്ഷാ താൽപ്പര്യങ്ങൾ അത് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ചൈനയുടെ പൂർണ്ണമായ പിന്തുണ പാകിസ്ഥാന് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈനയെ നമുക്ക് അങ്ങനെ ആ ഗണത്തിൽപ്പെടുത്തി മാറ്റി നിർത്താൻ പറ്റുമോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ല, ചൈനയെ നമ്മൾ വേറിട്ട് കാണേണ്ടി വരും. കാരണം ഒന്ന്, ചൈനയും ഇന്ത്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അത്ര നയതന്ത്ര ബന്ധമുള്ളത് കൊണ്ട് സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതും അപ്പുറത്ത് പാകിസ്ഥാനെ ചൈന അത്ര പെട്ടെന്ന് തള്ളിപ്പറയില്ല. കാരണം അവർക്ക് അവിടെ താല്പര്യങ്ങളുണ്ട്, പാകിസ്ഥാനെ കൊണ്ട് അവർക്ക് പ്രയോജനമുണ്ട്. അതുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്, വൻ ശക്തികൾ ഉൾപ്പെടെ ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം വരുമ്പോൾ ചൈനയ്ക്ക് സ്വീകരിക്കേണ്ടി വരും. അതെ, റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് എത്താം. ശ്രീ എം ഷിനാസ്, ഇവിടെ ഈ ചൈനയുടെ നിലപാട്, അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചു ബംഗ്ലാദേശ് എന്നത് ആ രാജ്യത്തിൻ്റെ അധികാരം അല്ലെങ്കിൽ അവരുടെ പവർ എന്നതിനെ മാറ്റി നിർത്തിയാൽ പോലും അവിടുത്തെ മുൻ ജനറലിൻ്റെ വാക്കുകളടക്കം ശ്രദ്ധിക്കുക. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ അതിന് ചൈനയുടെ കൂട്ടുപിടിക്കണം, ചൈനയെ ഒപ്പം നിർത്തണമെന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്യുമ്പോഴാണ് ചൈനയുടെ ഇടപെടൽ അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ചൈനയുടെ കൃത്യമായൊരു പിന്തുണ ലഭിക്കും എന്ന് നമുക്ക് വിലയിരുത്താനാകുമോ? ബംഗ്ലാദേശിന്റെ ഒരു മുൻ ആർമി ജനറൽ, മേജർ ജനറലാണ് ഫഖ്റുൽ റഹ്മാൻ, ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശും ചൈനയുടെ സഹകരണത്തോടെ ചേർന്ന് ആക്രമിച്ച് കീഴടക്കണം അല്ലെങ്കിൽ അധിനിവേശം ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തന്നെ വളരെ ദ്രുതഗതിയിൽ, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായി കണക്കാക്കിയാൽ മതി, ഇടക്കാല സർക്കാരിന്റെ അഭിപ്രായമല്ല എന്ന് വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ മാർച്ചിൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസ് ചൈനയിൽ പോയിരുന്നു. ചൈനയിൽ പോയി അദ്ദേഹം 1-2 മീറ്റിംഗിൽ പങ്കെടുത്തു. അതിൽ പറഞ്ഞത് ഇന്ത്യയിലെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡ് ആണ്, അതായത് കര മാത്രമാണ് അതിർത്തി. അവർക്ക് കടലിലേക്ക്, സമുദ്രത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബംഗ്ലാദേശിലൂടെ, ഞങ്ങളുടെ രാജ്യത്തിലൂടെ കടന്നു വരണം. ബംഗ്ലാദേശ്, ഢാക്കയാണ് വാസ്തവത്തിൽ ഇന്ത്യ മഹാസമുദ്രത്തിന്റെ സംരക്ഷക സ്ഥാനത്തിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ചൈനയിൽ വെച്ച് പറഞ്ഞിരുന്നു. അത് വളരെ ഗൗരവത്തിലെടുത്ത ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്ക് കയറ്റുമതിക്ക് ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്ത്യ. അപ്പോൾ നേപ്പാൾ, ഭൂട്ടാൻ, മിഡിൽ ഈസ്റ്റ് ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും ബംഗ്ലാദേശിനുള്ള ട്രാൻസ്ഷിപ്മെന്റ് അനുമതി അത് ഇന്ത്യ ഏപ്രിലിൽ പിൻവലിച്ചു. കാരണം മുഹമ്മദ് ഈ മേജർ ജനറലിന്റെ വാക്കുകൾ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ തള്ളിപ്പറഞ്ഞെങ്കിലും മുഹമ്മദ് യൂനസ് മാർച്ചിൽ ചൈനയിൽ പോയി പറഞ്ഞ 2 കാര്യങ്ങൾ, ഈ കാര്യം, അതായത് 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡ് ആണ്, ബംഗ്ലാദേശിലൂടെ അല്ലാതെ കടലിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, മാത്രവുമല്ല ഢാക്കയാണ് ഇന്ത്യ മഹാസമുദ്രത്തിന്റെ സംരക്ഷക സ്ഥാനത്ത് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ സത്വരം ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം നിഷേധിച്ചു ബംഗ്ലാദേശിന്റെ. അപ്പോൾ അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ബീജിങ്ങിനെ സഹർഷം
ബംഗ്ലാദേശിലേക്ക് ഇറക്കുമതി കയറ്റുമതി കപ്പലുകൾക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത് മേജർ ജനറലിന്റെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായ പ്രകടനമായി ഇടക്കാല സർക്കാരിന് തള്ളിക്കളഞ്ഞെങ്കിലും ഇതിന്റെ സൂചനയായ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനിസ് നടത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിനെ വാസ്തവത്തിൽ നിയന്ത്രിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പൊ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഫോറിൻ പോളിസി അല്ലെങ്കിൽ ലഷ്കർ ഇ തൈബയുടെ തലവൻ എന്താണോ പറയേണ്ടത്, അല്ലെങ്കിൽ പാക് ആർമി ചീഫായ അസീം മുനീർ എന്തൊക്കെയാണോ പറയുന്നത്, അതിന്റെ അതേ ഭാഷയിലാണ് ഈ ഫസലുൽ റഹ്മാൻ എന്ന മുൻ മേജർ ജനറലും സംസാരിച്ചിരിക്കുന്നത്. അത് ബംഗ്ലാദേശിലെ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ വിലയിരുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഞാൻ ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ബർഖാദത്ത്, അപ്പോൾ എല്ലാ രാജ്യങ്ങളും അപലപിച്ചു എന്ന് പറയുമ്പോൾ ബർഖാദത്ത് എഴുതിയ ഒരു ശ്രദ്ധേയ ലേഖനമുണ്ട്. ദ വെസ്റ്റ് ഡസന്റ് റിയലി അണ്ടർസ്റ്റാൻഡ് പാകിസ്ഥാൻസ് ടെറർ പോളിസി. ബർഖാദത്ത് നമുക്കൊക്കെ അറിയാം, അവര് ഈ പഹൽഗാം ആക്രമണം നടക്കുമ്പോൾ അമേരിക്കയിലായിരുന്നു. അപ്പൊ പഹൽഗാം ആക്രമണം 3 പതിറ്റാണ്ട് ആ കാശ്മീർ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. അവര് ആകെ പരിഭ്രാന്തയായി അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ, എല്ലാ വിദേശ മാധ്യമങ്ങളും പരതിയപ്പോൾ പഹൽഗാം ആക്രമണം വളരെ വളരെ നിസ്സാരവൽക്കരിച്ച് പ്രധാന ന്യൂസ് പോപ്പിന്റെ ശവസംസ്കാര വാർത്തയായിരുന്നു. അതെന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. പഹൽഗാം ആക്രമണം ഏതോ ഒരു മൂലയിൽ അത് തന്നെ പല BBC അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ ഗൺമെൻ, മിലിറ്റൻസ്, ഗൺമെൻ എന്ന പദപ്രയോഗം, ടെററിസം അല്ലെങ്കിൽ ടെററിസ്റ്റ് എന്ന പദപ്രയോഗം തന്നെ ഉപയോഗിച്ചില്ല. അല്ല, അത് ഇന്ത്യ പിന്നീട് BBC അടക്കം അതിന്റെ നീരസം അറിയിക്കുകയും ചെയ്തതാണല്ലോ. അതെ, ഞാൻ പറയുന്നത് ഇപ്പോഴും അപ്പൊ അതിനെ അവരൊരു ലോക്കൽ ഇൻസിഡന്റ്, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2000 ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വന്നപ്പോൾ 36 സിഖുകാരെ കൂട്ടക്കൊല ചെയ്തിരുന്നു. മാത്രമല്ല, ഇപ്പോൾ JD വാൻസ് ഇന്ത്യയിൽ ഉള്ളപ്പോഴാണ് ഈ പഹൽഗാമിൽ 26 പേരെ കൂട്ടക്കൊല ചെയ്തത്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഒന്ന്, കാശ്മീർ വിഷയം വീണ്ടും അന്താരാഷ്ട്രവൽക്കരിക്കുക എന്നത് തന്നെയാണ്. മാത്രമല്ല, കാശ്മീരിലെ ടൂറിസത്തെ നശിപ്പിക്കുക, കാശ്മീരിൽ സമാധാനവും നോർമലൈസേഷനും ഏതാണ്ട് വന്ന് ഒരു ഫ്രജൈൽ, ഒരു ദുർബലമായ നോർമലൈസേഷൻ ആണെങ്കിൽ പോലും അതിനെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ കാശ്മീർ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക, അതുവഴി കാശ്മീരികളിൽ അസംതൃപ്തിയും അതൃപ്തിയും അസ്വസ്ഥതയും ഉണ്ടാക്കുക, ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തെ മന്ദീഭവിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഈ തീവ്രവാദി ആക്രമണത്തിന്, ഈ ഭീകരാക്രമണത്തിന്. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹം, ഇപ്പൊ JD വാൻസ് ആവട്ടെ, മാർക്ക് റൂബിയോ ആവട്ടെ, മറ്റ് രാജ്യങ്ങളാവട്ടെ, അറബ് രാജ്യങ്ങളാവട്ടെ, അവരൊക്കെ പറയുന്നത് പാകിസ്ഥാനും ഇന്ത്യയുമായ ആശയവിനിമയം നടത്തണം, ഇതൊരു മേഖലാ യുദ്ധത്തിലേക്ക് ഒരിക്കലും പോയിക്കൂടാ എന്നാണ്. അതേസമയം 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇവിടെ ഇസ്രായേലിനെ അതിർത്തി കടന്ന് 1400ഓളം പേരെ കൊലപ്പെടുത്തി, 250ഓളം പേരെ ബന്ദികളാക്കിയപ്പോൾ വെസ്റ്റേൺ നേഷൻസ്, എല്ലാ പാശ്ചാത്യ രാഷ്ട്രങ്ങളും അമേരിക്കയും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇസ്രായേലിന് സ്വയം സംരക്ഷിക്കാനുള്ള അവകാശമുണ്ടെന്നും അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആക്രമണം നടത്താനും ഹമാസിനെ അടിച്ചമർത്താനും അവകാശമുണ്ടെന്നാണ്. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? 1.5 വർഷമായുള്ള യുദ്ധത്തിൽ ഗാസ ചാരക്കൂമ്പാരമായി 55,000 പേർ കൊല്ലപ്പെട്ടു. അതിൽ മഹാഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ഡബിൾ സ്പീക്കാണ്. അപ്പൊ ഇവിടെ മുംബൈ പഹൽഗാമിൽ, പുൽവാമയിൽ 2019-ലും 2016-ൽ പത്താൻകോട്ടിലും നടന്ന ആക്രമണം ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയായിരുന്നു. അപ്പോൾ സർജിക്കൽ സ്ട്രൈക്കും നടത്തി, ബാലക്കോട്ടിൽ ആക്രമണം നടത്തി, ശരി. പിന്നെ 2008-ൽ ലഷ്കർ ഇ തൈബ നടത്തിയ മുംബൈയിലെ ആക്രമണം സിവിലിയന്മാർക്കെതിരെയായിരുന്നു. അതേപോലെ തന്നെ സിവിലിയന്മാർക്കെതിരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉള്ള പ്രതികരണം, പലരും പറയുന്ന പാക് അതിന് കാശ്മീർ പിടിച്ചെടുക്കുക, ഉടനെ തന്നെ യുദ്ധം ചെയ്യുക, അതൊന്നുമല്ല ഒരു രാജ്യം ചെയ്യുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും വളരെ ജാഗ്രതയോടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ കണക്കിലെടുത്ത് അവരുമായൊക്കെ ചർച്ച നടത്തി, എന്നാൽ കൃത്യവും കണിശവുമായ ഒരു മറുപടി ഉണ്ടാവും. എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ പറഞ്ഞതുപോലെ വ്യക്തവും
കൃത്യവുമായ ഒരു മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം അടക്കം ഈ വിഷയത്തിലൊക്കെ നേരത്തെ പ്രതികരിച്ചത്. ആഭ്യന്തര മന്ത്രാലയവും അത്തരത്തിലുള്ള പ്രതികരണം നൽകി. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുമൊക്കെ തിരിച്ചടി ഉറപ്പിക്കുന്നുമുണ്ട്. അത് പക്ഷേ ഏറെ കരുതലോടുകൂടിയുള്ളതായിരിക്കും. പ്രൊഫസർ ജോസുകുട്ടി, ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് അപ്പോൾ തന്നെ തിരിച്ചടി നൽകുക എന്നതായിരിക്കില്ല അവരുടെ നയം എന്നത് നമ്മുടെ നയം എന്നത് അവർക്കും വ്യക്തമുള്ള ഒന്നാണ്. ഏത് നിമിഷവും അത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ അവിടെ അയൽ രാജ്യങ്ങളുടേതുൾപ്പെടെയുള്ള പിന്തുണ അത് എപ്രകാരമായിരിക്കുമെന്നത് ഒരു പക്ഷേ നമ്മുടെ IB സംവിധാനങ്ങൾക്കൊക്കെ അത് അറിയാൻ സാധിക്കുമെങ്കിലും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ഭാഗത്ത് ഇപ്പോൾ താലിബാൻ ഭരണകൂടം പോലും ഈ ഭീകരവാദത്തെ തള്ളിപ്പറയുന്നുണ്ട്. പക്ഷേ ആശയധാര എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. ഇവിടെ ഷിനാസ് സാർ സൂചിപ്പിക്കുന്നത് പോലെ മറുഭാഗത്ത് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ അടക്കം ഇന്ത്യയിൽ സംരക്ഷിക്കുന്നു എന്നതിലുള്ള വലിയ അതൃപ്തി അവിടെ നിലനിൽക്കുന്നുണ്ട്. ചൈനയാകട്ടെ ഏത് നിമിഷവും ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, എപ്പോഴും അത്തരം സംഘർഷങ്ങൾ നിലനിർത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ അയൽ രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം ഇന്ത്യക്ക് ഇപ്പോഴും ഉണ്ടോ? എന്റെ അഭിപ്രായത്തിൽ അയൽപക്ക രാജ്യങ്ങളെ, പ്രത്യേകിച്ചും ഈ പരാമർശിച്ച ബംഗ്ലാദേശിനെയും ചൈനയെയും എന്തിനാ പറയുന്ന നേപ്പാളിനെയും മാലദ്വീപിനെയൊന്നും വിശ്വാസത്തിലെടുക്കാൻ പറ്റിയ ഒരു അയൽപക്ക ബന്ധമല്ല നിലവിൽ ഇന്ത്യക്ക് ഈ രാജ്യങ്ങളുമായിട്ട് ഉള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തീവ്രവാദ ആക്രമണമാണ്. പക്ഷെ അതിനെ ഇന്ത്യ കാണുന്ന ഗൗരവത്തോടെയോ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടിക്കണം എന്നുള്ള ബോധ്യത്തോടെയോ അല്ല അയൽപക്ക രാജ്യങ്ങൾ കാണുക, അവർക്ക് കാണാൻ കഴിയുക. ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള അയൽപക്ക രാജ്യങ്ങളാണെങ്കിലും മറ്റുള്ളവരുമൊക്കെ വളരെ സൂക്ഷിച്ചാണ് പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ നമുക്ക് ഏറ്റവും വിരുദ്ധമായിട്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിന് ഈ പ്രത്യേക സാഹചര്യത്തിൽ അവരുടേതായ കാരണങ്ങളുണ്ട്. അതിന് ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ റെഫ്യൂജി കൊടുത്തിരിക്കുന്നു, അഭയാർത്ഥിയാണ്, ഇവിടെയാണ് അവർ താമസിക്കുന്നത്. മാത്രമല്ല ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു അയൽപക്ക രാജ്യത്തിനും എന്നാൽ ഇന്ത്യ കയറി അടിച്ചോ ഇന്ത്യയുടെ ഒരു സുപ്രധാന പ്രശ്നമാണ് എന്ന രീതിയിൽ പ്രതികരിക്കുവാൻ സാധിക്കില്ല. അവരെല്ലാം വളരെ സൂക്ഷിച്ച് പരസ്പരം സംഘർഷം ഉണ്ടാകരുത് എന്ന രീതിയിൽ മാത്രമായിരിക്കും പ്രതികരിക്കുക. ഇപ്പൊ ചൈനയുടെ കാര്യം പറഞ്ഞു, ശരിയാണ്. ചൈനയുടെ അംബാസിഡർ അവിടെ പ്രധാനമന്ത്രിയെ കണ്ടു, അവരുടെ വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ സംസാരിച്ചു. ഈ സംസാരിച്ചപ്പോഴെല്ലാം അവർ പറഞ്ഞത് ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള പരമാധികാരം കാത്തു സൂക്ഷിക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ചൈനയും ഒരു തുറന്ന പിന്തുണയല്ല പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. കാരണം അവരും വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള എന്നാൽ പാകിസ്ഥാനോട് ചായ്വുള്ള ഒരു വർത്തമാനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അയൽപക്ക രാജ്യങ്ങള് എല്ലാവരും നമുക്ക് അനുകൂലമായി നിൽക്കുമെന്നോ എന്നുള്ള ഒരു ഓപ്പൺ പ്രസ്താവനയായിട്ട് വരുമോ എന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം അവരെല്ലാം വളരെ സൂക്ഷിച്ച് ഇതിന്റെ വരിമരായികൾ പക്ഷെ പറഞ്ഞിരിക്കുന്ന മിക്കവാറും രാജ്യങ്ങളെല്ലാം ഇത് സമാധാനപരമായി പരിഹരിക്കണമെന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഈവൻ അമേരിക്ക പോലും, നമ്മുടെ ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളി എന്ന് പറയുന്ന അമേരിക്ക എന്താണ് പറഞ്ഞത്? ഈ പ്രശ്നം ഡീഎസ്കലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. UK അതാണ് പറഞ്ഞത്. പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അത് തന്നെയാണ് പറഞ്ഞത്. അതിൽ ചില രാജ്യങ്ങളാണ് പാകിസ്ഥാൻ അനുകൂലമായി വന്നിട്ടുള്ളത് എന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ടർക്കിയും ചൈനയും ഒക്കെയുമാണ്. അയൽപക്ക രാജ്യങ്ങളൊന്നും തന്നെ ബംഗ്ലാദേശിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ പ്രസ്താവനകളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളുടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം മറ്റ് ലോകരാജ്യങ്ങളെയും അംബാസഡർമാരെയും ഒക്കെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ നമ്മൾ നേരിടുന്ന ഭീഷണിയെയും പ്രശ്നങ്ങളെയും കുറിച്ചൊക്കെ അവരെ ധരിപ്പിക്കും. ഇവിടെ നമുക്ക് ചെയ്യാവുന്നതിന് വളരെയധികം പരിമിതി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഓപ്പൺ വാറിന് പോകാൻ നമുക്ക് ഇപ്പോഴത്തെ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ വളരെ അനുയോജ്യമായൊരു സമയത്ത് ഈ ടെറർ നെറ്റ്വർക്കിനെയോ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളെയോ ഒക്കെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളിലോ ഒക്കെ ഇടപെട്ട് ഒരു അക്രമമൊക്കെ നടത്തുവാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് പോകുവാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് അങ്ങനെ ചെയ്യുവാൻ കഴിയില്ല. ഇന്ത്യയെ പോലെയല്ല, ഇപ്പൊ പാകിസ്ഥാനാണ്, ആരാണെങ്കിലും അങ്ങനെ ചെയ്യുവാൻ കഴിയില്ല. ഇപ്പൊ ഇസ്രായേൽ ചെയ്തു എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു അക്രമമായിരുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിൽ ആണ് അത് സംഭവിച്ചത്. എത്രയോ സംഭവങ്ങളാണ് അവർ തമ്മിൽ നടക്കുക ഡെയിലി. അപ്പൊ ഇതിന് പരിമിതികളുണ്ട്. അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെ പൂർണ്ണമായ ഓപ്പൺ പിന്തുണയൊന്നും നമുക്ക് പ്രതീക്ഷിക്കുവാൻ നിർവാഹമില്ല. മാത്രവുമല്ല ഇന്ത്യയുടെ അയൽപക്ക രാജ്യങ്ങൾക്കുമായിട്ടുള്ള ബന്ധം
ആ രാജ്യത്തെ രാഷ്ട്രീയവുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ബംഗ്ലാദേശുമായിട്ട് നല്ല ബന്ധമില്ലാത്തത്? പ്രധാനപ്പെട്ട കാരണം അവിടെ ഇപ്പം പ്രോ ഇസ്ലാമിക് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നേപ്പാളിലും. അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയം ഇന്ത്യയുടെ വിദേശ നയത്തിലെ ഒരു പ്രധാന ഘടകമാണ്. അവിടെ ഇന്ത്യ അനുകൂല രാഷ്ട്രീയമുണ്ട്, ഇന്ത്യയെ പ്രതികൂലിക്കുന്ന രാഷ്ട്രീയവുമുണ്ട്. അപ്പൊ അനുകൂലിക്കുന്ന രാഷ്ട്രീയമാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ നമ്മളുമായി നല്ല ബന്ധം. അതാണ് ബംഗ്ലാദേശില് ഈ ഇടക്കാല സർക്കാരിന് മുമ്പ് നമ്മൾ കണ്ടത്. ശ്രീലങ്കയിൽ മുമ്പും അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. മാലദ്വീപിലും ഇന്ത്യ അനുകൂല പ്രതികൂല രാഷ്ട്രീയമുണ്ട്. ഇതെല്ലാം ചേർന്ന് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയമൊക്കെ കണക്കിലെടുത്ത അയൽപക്ക രാഷ്ട്രീയങ്ങൾക്ക് പ്രസ്ഥാനം നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു പരിമിതി അയൽപക്ക രാജ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പ്രതികരണങ്ങളിലൊന്നും വ്യക്തമായ ഒരു സൂചനയോ പിന്തുണയോ ഇന്ത്യക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഇല്ലാത്തത്. അത് ബംഗ്ലാദേശിൽ നിന്ന് മാത്രമാണ്. അതും ബംഗ്ലാദേശ് സർക്കാർ ഔദ്യോഗികമായിട്ട് ആ മുൻ ആർമി ഉദ്യോഗസ്ഥന്റെ പ്രസ്താവനയിൽ നിന്ന് ബംഗ്ലാദേശിന് യാതൊരു ഉത്തരവാദിത്വം അക്കാര്യത്തിൽ ഇല്ല എന്നും അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്ന് പറഞ്ഞു ഒഴിയുകയാണ് ചെയ്തത്. അത് തന്നെയാണ് അയൽപക്ക രാജ്യങ്ങളുടെ എങ്ങും തൊടാതെയുള്ള നിലപാട്. അങ്ങനെ തന്നെ ആയിരിക്കും ഭാവിയിൽ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇവിടെ നമ്മൾ ചൈനയെക്കുറിച്ച് എടുത്തു പറയുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ രാജ്യം എന്നത് ചൈനയാണ്. അതിപ്പോൾ സാമ്പത്തികമായോ അല്ലെങ്കിൽ സൈനിക ശേഷി കൊണ്ടോ ഒക്കെ പരിശോധിച്ചാൽ, അപ്പോൾ പോലും ഈ ട്രേഡ് വാർ ആരംഭിച്ചതിന് ശേഷം ചൈനയടക്കം നേരിടുന്ന ചില പ്രതിസന്ധികൾ ഉണ്ടല്ലോ. ആ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് ഒരു പക്ഷേ ഇന്ത്യയുമായി അടക്കം കൂടുതൽ നല്ല സഹകരണത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയും അത്തരത്തിൽ ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങളൊന്നും ഇതിനു മുമ്പും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊരു അച്ചുതണ്ട് മാറി രൂപപ്പെടുന്ന സാഹചര്യം അവിടെ അമേരിക്കയുടെ നിലപാടുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയെപ്പോലൊരു രാജ്യത്തിന് പാകിസ്ഥാനുമായി അവർ നല്ല ബന്ധം പുലർത്തുന്നു എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയോട് പൂർണ്ണമായും വിയോജിച്ച് നിൽക്കുക എന്നത് ദീർഘകാല അടിസ്ഥാനത്തിലെങ്കിലും അത് സാധ്യമാകുന്ന ഒന്നായിരിക്കുമോ ചൈനയെ സംബന്ധിച്ചിടത്തോളം? അതുകൊണ്ട് ഇന്ത്യ നടത്താൻ പോകുന്ന നീക്കങ്ങൾ അത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു യുദ്ധത്തിനുള്ള സാധ്യത ആരും കണക്കാക്കുന്നില്ല. പക്ഷേ ഒരു മറുപടി ഉണ്ടാകും സൈനിക തലത്തിലടക്കം. ആ മറുപടിയിൽ കൂടുതൽ ഇടപെടാൻ ചൈനയും തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇല്ല, ട്രേഡ് വാറിന്റെ സാഹചര്യം എടുത്താൽ തന്നെ ഇപ്പൊ ചൈനയ്ക്ക് നേരത്തെ പറഞ്ഞ ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഈവൻ ചൈനയ്ക്കാണെങ്കിൽ പോലും പാകിസ്ഥാൻ എന്നൊരു ടൂളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യ കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇൻഡോ പസഫിക് റീജിയനിൽ അമേരിക്ക ഇപ്പൊ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തുന്നു. ഇന്ത്യക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് 1999 കാർഗിൽ വാറിന് ശേഷം നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പാകിസ്ഥാൻ അവർക്ക് എന്നേക്കുമായിട്ടൊരു ടൂളായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് മിലിറ്ററി എസ്കലേഷനിലോട്ടൊന്നും ഒരുപക്ഷെ ചൈന പോയേക്കില്ല. എങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഏതൊരു സംഗതിയിലും ഈ വാർ എസ്കലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന് സപ്പോർട്ട് അവർ കൊടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊരു കാരണങ്ങളുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 65, 71 വാറുകളിലൊക്കെ അമേരിക്ക പാകിസ്ഥാന് സപ്പോർട്ട് കൊടുത്തപ്പോൾ 99 മുതൽ അത് മാറി. അത് മാറിയതിനു ശേഷം ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം നമുക്ക് എടുത്തു നോക്കാം. ഓരോ വർഷം അനുസരിച്ച് അത് കൂടിക്കൂടി വരിക. 2000 മുതൽ 4 വർഷം അടുപ്പിച്ച് ജോയിന്റ് മിലിറ്ററി എക്സസൈസുകൾ നടത്തി. 2006 ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ അവർ ഒപ്പുവെച്ചു. അങ്ങനെ പോകുന്നു അവരുടെ ബന്ധം. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈന ഇതിൻ്റെ പാകിസ്ഥാന് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന്, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യ ഇത് റേസ് ചെയ്യാം. ഈ ഇഷ്യൂ റേസ് ചെയ്യുമ്പോഴോ അല്ലെ പാകിസ്ഥാനെതിരായിട്ട് റെസൊല്യൂഷൻ കൊണ്ടുപോകുമ്പോഴോ അവിടെ വീറ്റോ ചെയ്യാൻ സാധ്യത ഉണ്ട് ചൈന. രണ്ട്, മറ്റ് രീതിയിലുള്ള സപ്പോർട്ട്, മിലിറ്ററി സപ്പോർട്ട് ഒഴിച്ച് ഇപ്പൊ സൈബർ ഇന്റലിജൻസ് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും ചൈനയ്ക്ക് പാകിസ്ഥാന്. അതേപോലെ അവർക്ക് മറ്റ് ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട്, ഡ്രോണുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സപ്പോർട്ട് കൊടുക്കും എന്നുള്ളത് ഒരുപക്ഷെ മിലിറ്ററിലി ഒരു ഇതിന് പോയേക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ IMFന്റെ ഒരു കാര്യം ചോദിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. IMF ഇന്ത്യ ഇപ്പൊ റിക്വസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ ഇന്ത്യക്ക് അങ്ങനെ കാര്യമായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ട്. കാരണം IMFൽ ഓരോ രാജ്യത്തിനും ഒരു വോട്ടിംഗ് ഷെയർ ഉണ്ട്. അതാ നമ്മുടെ ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷനെ ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ വെറും 2.6%. അത് മാത്രം കൊണ്ട് ഇന്ത്യക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. മറിച്ച് അമേരിക്ക മാത്രമല്ല, അമേരിക്കയും 16.8% ഷെയർ ഉണ്ട്. അമേരിക്കയും ജപ്പാനും അത് യൂറോപ്യൻ യൂണിയൻ പോലുള്ള ഷെയർ കൂടിയ രാജ്യങ്ങളുമായിട്ട് അവരുടെ സപ്പോർട്ടോടെ ഒരു പക്ഷെ നടക്കും. അത് നടന്നാൽ ഇന്ത്യക്ക്, ഞാൻ ഇപ്പോഴും പറയുന്നു, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്ക് ഒരു വാറിന് പോകേണ്ട പോലും ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ഈ അമേരിക്ക പോലും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സഹകാരി പങ്കാളി എന്നൊക്കെ പറയുമ്പോഴും ഇതേ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്ന നിലയിലാണ്. അല്ലാതെ പാകിസ്ഥാനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞില്ല. പിന്നീടാണ് മാർക്കോ റൂബിയോ ഇന്ത്യക്കൊപ്പം എന്ന് പറയുന്നൊരു സമീപനം ഉണ്ടായത്. അപ്പോഴും നേരത്തെ സെബാസ്റ്റ്യൻ പോൾ സാറും ഷിനാ സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കൂ എന്ന നിലപാടും അവർ സ്വീകരിക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ സ്വീകരിക്കുള്ളൂ. കാരണം ഇന്ത്യയും
പാകിസ്ഥാൻ രണ്ടുപേരും ന്യൂക്ലിയർ പവേഴ്സ് ആണ്. അതുകൊണ്ട് ഒരു രാജ്യവും മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ യുദ്ധത്തിന് പൊക്കോളൂ എന്ന് ഒരിക്കലും പറയില്ല. കാരണം അതൊരു എസ്കലേഷൻ ലെവൽ വളരെ ഹൈ ആയിരിക്കും. യെസ്. മാത്രമല്ല ഇൻഡോ പസഫിക് റീജിയൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരിക്കലും ഒരു രാജ്യം പറയത്തില്ല. പക്ഷെ അവിടെയാണ് രണ്ട് രീതിയിലും ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺലി ടെററിനെ അവർ സപ്പോർട്ട് ചെയ്യില്ല. മാത്രമല്ല ഇതേ ഡൊണാൾഡ് ട്രംപ് ഉള്ള സമയത്താണ് 2018 പാകിസ്ഥാൻ ഏകദേശം 15 വർഷത്തോളമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന $3,300 ബില്യൺ വരുന്ന മിലിറ്ററി എയ്ഡ് നിർത്തലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം പാകിസ്ഥാന് ടെററിസം കൗണ്ടർ ചെയ്യാൻ കൊടുത്ത പൈസ വെച്ച് ടെററിസ്റ്റെ വളർത്തുവാണ്, അതുകൊണ്ട് ഞാൻ ഈ പൈസ ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. പക്ഷെ അതേ ട്രംപിനെ പാകിസ്ഥാൻ താലിബാനുമായിട്ടുള്ള ടോക്സിലൊക്കെ ഒരുപക്ഷെ കുറച്ചൊക്കെ സഹായിച്ചു എന്ന് പറയാം. അതുകൊണ്ടാണ് ചെറിയൊരു ന്യൂട്രൽ ഇതെടുക്കുന്നത്. പക്ഷെ എസ്കലേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഒരിക്കലും അമേരിക്ക പോകില്ല. മാത്രമല്ല മിലിറ്ററിലി നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി, അതായത് നേരത്തെ പറഞ്ഞ പോലെ ചൈന യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ പാകിസ്ഥാന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ സപ്പോർട്ടായിട്ട് അമേരിക്ക കാണും. അത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നമ്മളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും തീർച്ചയായിട്ടും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ അയൽ രാജ്യങ്ങളുടെ പട്ടികയിലല്ല എങ്കിൽ പോലും മറ്റു ലോകരാഷ്ട്രങ്ങളുടെ നിലപാടുകളും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതിൽ തന്നെ ഇപ്പോൾ ഈ വാർത്ത നമ്മൾ ചർച്ച ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ഒരു റിപ്പോർട്ട്, ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഈ ഭീകരവാദികൾ കടന്നു എന്ന സംശയമുണ്ടാകുന്നു. അത് പിന്നീടത് ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ പലപ്പോഴും ഈ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്രാക്കുകളിലൂടെയൊക്കെ ആകാം ശ്രീലങ്ക ഇന്ത്യയുടെ അയൽ രാജ്യം ആണ് എങ്കിൽ പോലും അങ്ങനെ ഒരു നീക്കമൊക്കെ എത്രത്തോളം പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്നറിയില്ല. ഒപ്പം ഈ അമേരിക്കയുടെ നിലപാട് നമുക്കറിയാം. ഇപ്പോൾ നിർമ്മല എബ്രഹാം സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന് നൽകിയിരുന്ന സഹായങ്ങളടക്കം നിർത്തലാക്കുമ്പോൾ അത് കൃത്യമായി ഭീകരവാദത്തെ വളർത്തുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. അതിനുവേണ്ടി ഇനി പണം മുടക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതേസമയം മറ്റു രാഷ്ട്രങ്ങളുമായുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തമായ സമീപനമാണ്. ഒപ്പം അമേരിക്ക അവിടേക്കുള്ള കടന്നുകയറ്റത്തെ അല്ലെങ്കിൽ കുടിയേറ്റത്തെ ഒഴിവാക്കുന്നു, അതിർത്തികൾ വേലികൾ കെട്ടിത്തിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് ഇപ്പോൾ വളരെ കൃത്യമായി അവരുടെ അതിർത്തികളെക്കുറിച്ചും ഒക്കെ അങ്ങേയറ്റം വ്യാകുലപ്പെടുന്ന ഒരു പ്രസിഡന്റാണ് ഉള്ളത് എന്ന് പറയുമ്പോഴും ഇത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ഇത് കൃത്യമായൊരു തീവ്രവാദ ആക്രമണമായിരുന്നു. ഇത് സൈന്യത്തിന് നേരെയല്ല ആക്രമണം ഉണ്ടായത്, സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ മരണപ്പെട്ടത്. അപ്പോഴും കൃത്യമായൊരു നിലപാട് അമേരിക്കയെ പോലുള്ളവർ സ്വീകരിക്കുന്നുവെന്ന് വേണമോ അനുമാനിക്കാൻ? അതെ, ഇവിടെ ഈ വിഷയത്തിൽ ഇസ്രായേലും മറ്റുമൊക്കെ സ്വീകരിക്കുന്ന നിലപാട്, അങ്ങനെ ഒരു നിലപാടിലേക്ക് ഇന്ത്യക്ക് പോകാൻ കഴിയില്ല. കാരണം നമ്മൾ അന്താരാഷ്ട്ര നിയമം, മര്യാദകൾ, കൺവെൻഷനുകൾ, ജനീവയൊക്കെ ഉൾപ്പെടെയുള്ളത് അവിടെ അതെല്ലാം പാലിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ വരുമ്പോൾ. ഇവിടെ ആദ്യം മുതലേ പാകിസ്ഥാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എവിടെ തെളിവ് എന്നാണ് ചോദിക്കുന്നത്. അത് നിയമത്തിൻ്റെ ഭാഷയിലുള്ള ഒരു വർത്തമാനമാണ്. പാകിസ്ഥാൻ ഞങ്ങൾ രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് തെളിവ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതോ ഭീകരപ്രവർത്തകർ, ടെററിസ്റ്റുകൾ അതിർത്തി കടന്നോ കടക്കാതെയോ ഇന്ത്യയിലെത്തി ഈ അതിക്രമം കാണിച്ചിരിക്കുന്നു. എന്തിന് ഞങ്ങളെ ശിക്ഷിക്കണം, എന്തിന് ഈ രാജ്യത്തെ ശിക്ഷിക്കണം? അതാണ് ചോദ്യം. അത് മാത്രമല്ല സാർ, ഒരു പോയിന്റ് കൂടി അതിലുള്ളത്, ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അന്വേഷണം നടക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇന്ത്യ അതിനൊരുക്കമല്ല എന്നുകൂടി പാകിസ്ഥാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ശ്രമം ഒരു യുദ്ധം, ഒരു പ്രകോപനമുണ്ടാക്കി ഒരു യുദ്ധമുണ്ടാക്കുക, അതിനെ നേരിടുക എന്നുള്ളതല്ല. അവർ മറ്റൊരു ട്രാക്കിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രമാത്രം വിജയിക്കും എന്നെനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ആ ചോദ്യത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട്, തള്ളിക്കളഞ്ഞുകൊണ്ട്, ഇസ്രായേലിൻ്റെ മനോഭാവത്തോടെ ഞങ്ങൾ ഇത് പ്രതികാരം ചെയ്യാൻ പോകുന്നു എന്ന മട്ടിൽ മുന്നോട്ട് പോകാനും കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ അവധാനതയോടെ ഈ വിഷയത്തെ സമീപിക്കുന്നു. പല ഓപ്ഷൻസ് നമ്മൾ പരിശോധിക്കുന്നു. അതിലേറ്റവും മെച്ചപ്പെട്ട ഒരു ഓപ്ഷൻ നമ്മൾ സ്വീകരിച്ചു എന്ന് വരാം. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യം, ജനങ്ങളുടെ ആഗ്രഹം, അവരുടെ ആവശ്യം, അത് നിറവേറ്റി കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അതിനപ്പുറത്ത് ഈ അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഇന്ത്യ കരുത്തുള്ള ഒരു രാജ്യമാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള കളികൾ ഇങ്ങോട്ട് വേണ്ട, അതിന് പ്രത്യാഘാതമുണ്ടാകും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും. പക്ഷേ അതെങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും, അത് ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സിന്ധു നദിയിലെ വെള്ളം തടയും എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ആ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു യുദ്ധമാണ്, യുദ്ധപ്രഖ്യാപനമാണ്. അവരതിനുള്ള യുദ്ധം ചെയ്യാൻ വരുന്ന ജനങ്ങൾ.
അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ത്യയുടെ ഈ മനുഷ്യാവകാശങ്ങളിലും നിയമവ്യവസ്ഥയിലും ഭരണഘടനയിലും ഒക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള കടുത്ത കൈകൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇന്ത്യയിൽ തന്നെ പുതിയൊരഭിപ്രായം അതിനെതിരായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഏതാണ് ഒരു മെച്ചപ്പെട്ട ഓപ്ഷൻ? അത് ഗവൺമെൻറ് സൈന്യത്തിനാണ് ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. സൈന്യമാണ് അത് തീരുമാനിക്കേണ്ടത്. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ഈ വിഷയം, നമ്മുടെ അയൽ രാജ്യങ്ങൾ ഈ സമീപനം എന്നാണ് ചോദ്യമെങ്കിൽ ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞു. അയൽ രാജ്യങ്ങളിൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. അയൽ രാജ്യങ്ങളുമായി നമുക്ക് അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. പക്ഷെ അയൽ രാജ്യങ്ങൾ നമുക്കെതിരെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് അവിടെ ഉത്തരവൊന്നുമില്ല, ഒന്നും ചെയ്യില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഒരു ഓപ്ഷൻ, സൈന്യത്തിന് ഒരു തീരുമാനമെടുക്കാൻ അവസരം നൽകിയിരിക്കുന്നു എന്നതുകൊണ്ട് ഉടനെ ഒരു യുദ്ധം നടക്കും എന്ന് ഞാൻ കരുതുന്നില്ല. യെസ്, വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരികെ എത്താം. സാർ സൂചിപ്പിച്ചതുപോലെ ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ അല്പസമയം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രതികരണം എന്നത് ആ നീക്കവുമായി മുന്നോട്ട് പോയാൽ അത് യുദ്ധമായി തന്നെ കണക്കാക്കും. അങ്ങനെയുള്ള ഒരു പ്രതികരണം കൂടിയാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുകയാണ്. ശ്രീ ഷിനാസ്, ഇവിടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന നീക്കവുമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ മറ്റ് ചില പ്രതികരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് എന്ത് തെളിവ് എന്ന് ചോദിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഒരു അന്വേഷണം നടത്തട്ടെ, അതിനോട് പാകിസ്ഥാൻ പൂർണ്ണമായും സഹകരിക്കും, പക്ഷേ അതിനെന്തുകൊണ്ട് ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും പാകിസ്ഥാനിൽ ഇന്ന് അടക്കം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ വലിയ തോതിൽ ഈ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുന്നു എന്നുള്ളതാണ്. കലാ ജില്ലയിലെ മാങ്കോച്ചർ നഗർ ഇപ്പോൾ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിലാണ് എന്നും അവർ കൂടുതൽ മേഖലകളിലേക്കൊക്കെ പടരുന്നു എന്നുള്ളതുമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ അന്താരാഷ്ട്ര സമൂഹം ഇത്തരം ആഭ്യന്തര വിഷയങ്ങളും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഈ ആഭ്യന്തര കലാപവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുകൂടിയായിരിക്കില്ലേ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തെ നോക്കിക്കാണുക? അത് തീർച്ചയായും അന്താരാഷ്ട്ര സമൂഹത്തിനും ഇന്ത്യക്കും പാകിസ്ഥാനും ഒന്നും ഒരു ഫുൾ സ്കെയിൽ വോർ രണ്ട് രാജ്യങ്ങളും, നമ്മുടെ രാജ്യവും പാകിസ്ഥാനും ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാൻ സ്വാഭാവികമായും ഉറിയിലുണ്ടായതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ബാലക്കോട്ടിൽ 2019 നടത്തിയതുപോലുള്ള ഒരു ആക്രമണം, അതിനൊരു തിരിച്ചാക്രമണം, ഒരു ഡോഗ് ഫൈറ്റ്, അങ്ങനെ പാകിസ്ഥാൻ മിലിറ്ററി, പാകിസ്ഥാൻ സൈന്യം അതിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ, ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ പാകിസ്ഥാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബലൂചിസ്ഥാനിൽ, അതുപോലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യ, ഈ രണ്ട് പ്രവിശ്യകളിലും വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ബസ് ബോംബ് വെച്ച് തകർത്ത് 10 പാക് സൈനികരെ വധിച്ചത് ബലൂച്ച് ലിബറേഷൻ ആർമി. അതിന് ഏതാണ്ട് ഒരു മാർച്ച് മധ്യത്തിലാണ് ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി 26 പേരെ വധിച്ചത്. അതിൽ 18 പേരും പാക് സൈനികരായിരുന്നു. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന ആ താലിബാന്റെ മറ്റൊരു രൂപം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ, പാകിസ്ഥാൻ സ്റ്റേറ്റിനെതിരെ കുറെ കാലമായി യുദ്ധം ചെയ്യുകയാണ്. അപ്പോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു ഗണ്യമായ വിഭാഗം ഈ ബലൂച്ച് മേഖലയിലും ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുമാണ്. പിന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ സാമ്പത്തികമായി ഏതാണ്ട് തകർന്ന മട്ടാണ്. കഴിഞ്ഞ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന പാരീസ് ആസ്ഥാനമായിട്ടുള്ള അന്താരാഷ്ട്ര ഏജൻസി 2012-15 കാലത്തും 2018-22 കാലത്തും പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയിരുന്നു. അപ്പൊ ഗ്രേ ലിസ്റ്റിൽ പെടുത്തപ്പെട്ടാൽ വിദേശ നിക്ഷേപ കാര്യത്തിലും രാജ്യാന്തര കരാറുകളുടെ കാര്യത്തിലും ഒക്കെ വലിയ പ്രതിസന്ധിയിലാവും. അങ്ങനെയുള്ള ഒരു ശ്രമം ഇന്ത്യ നടത്തുന്നുണ്ട് എന്നാണ് നമ്മുടെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ രീതിയിൽ സാമ്പത്തികമായി പരമമായി തകർന്ന് കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന് ഒരാഴ്ച പോലും ഒരു യുദ്ധം നയിക്കാനുള്ള ശേഷിയില്ല സാമ്പത്തികമായി. അതുകൊണ്ടാണ് എല്ലാ അറബ് രാഷ്ട്ര സ്ഥാനപതികളെയും അമേരിക്കൻ എല്ലാവരെയും കണ്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് പരിക്കു പറ്റാത്ത രീതിയിൽ, കാര്യമായ പരിക്കു പറ്റാത്ത രീതിയിൽ
പരിഹരിച്ചു തരൂ എന്ന് പറയാതെ കേണപേക്ഷിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പൊ ഇന്ത്യ ആവട്ടെ ഒരു വലിയ മേഖലാ യുദ്ധത്തിന് ഇന്ത്യയും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം ഇന്ത്യ ഒരു സാമ്പത്തിക സുസ്ഥിരത കൈവരിച്ച് അതിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോ സാമ്പത്തികമായി ഒരു ലിമിറ്റഡ് വോർ അല്ല ഉണ്ടാവുന്നതെങ്കിൽ ഒരു മ്യൂച്വൽ ഇക്കണോമിക് സൂയിസൈഡ് ആയിരിക്കും ഉണ്ടാവുക. അത് ഇന്ത്യയോ പാകിസ്ഥാനോ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാൻ തന്നെ ഒരു ഇക്കണോമിക് സൂയിസൈഡിന്റെ ഒരു ഗർത്തത്തിന്റെ വക്കത്താണ്. അപ്പോ ഇന്ത്യ അത് ആഗ്രഹിക്കില്ല. പക്ഷേ ഇന്ത്യ തീർച്ചയായും ഇതിന് ഒരു മറുപടി ഏതെങ്കിലും തരത്തിൽ, അത് സൈബർ യുദ്ധത്തിന്റെ തരത്തിലാവാം, സൈനികേതരമായ രീതിയിൽ പാക് സൈന്യത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന ബിൻ ലാദനെ വധിച്ചല്ലോ അബോട്ടാബാദിൽ. അപ്പോൾ പാക് സൈന്യം എത്രമേൽ സമ്മർദ്ദം നേരിട്ടോ ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാവാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെളിവ് ഹാജരാക്കാൻ പറയുന്നു. മുംബൈ ഭീകരാക്രമണത്തിൽ അജ്മൽ കസബ് എന്ന ആ ഭീകരവാദി തെളിവായി ജീവനോടെ ഉണ്ടായിരുന്നു. എല്ലാ തെളിവുകളും അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ പറ്റി. ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ഈ ഭീകരാക്രമണം പഹൽഗാമിൽ നടത്തിയ ആരെയെങ്കിലും ജീവനോടെ പിടികൂടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് പരോക്ഷമായ തെളിവുകളുണ്ട്. കാരണം ലഷ്കർ ഇ തൈബയുടെ തലവനായ ഹാഫിസ് സയ്യിദ് ലാഹോറിലാണ് താമസം. ലാഹോറിലെ ഒരു വലിയ കോമ്പൗണ്ടിലാണ് അദ്ദേഹത്തിന്റെ വീട്. അബോട്ടാബാദിലെ പോലെ ഒറ്റപ്പെട്ട വീടല്ല, ജനസാന്ദ്രതയുള്ള ഒരു ആഡംബര പ്രദേശത്താണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. മദ്രസയുണ്ട്, പള്ളിയുണ്ട്. പള്ളിയിലാണ് അദ്ദേഹം മിക്കവാറും സമയം ചെലവഴിക്കുന്നതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പാക് സൈന്യത്തിന്റെയും ISIയുടെയും ലഷ്കർ ഇ തൈബ ഭീകരവാദികളുടെയും സംരക്ഷണം, 4 കിലോമീറ്റർ ചുറ്റളവിൽ അതീവ സുരക്ഷ, ഡ്രോൺ പറത്തിയുള്ള നിരീക്ഷണം. അപ്പോ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? ലഷ്കർ ഇ തൈബയുടെ ഒരു വിഭാഗമായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണ് ആക്രമണം നടത്തിയത്. പിന്നീട് അവർ പറഞ്ഞു ഈ സമ്മർദ്ദം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ അവർ പിന്മാറി, അത് സൈബർ ഹാക്കിംഗ് ആയിരുന്നു, ഞങ്ങളല്ല എന്ന് തിരുത്തി പറയുകയാണ് ചെയ്തത്. അപ്പോൾ പരോക്ഷമായ തെളിവുകളുണ്ട്. പ്രത്യക്ഷമായ തെളിവുകൾ മുംബൈ ഭീകരാക്രമണത്തിൽ ഹാജരാക്കിയതുപോലെയാണ് പാകിസ്ഥാൻ ഹാജരാക്കാൻ പറയുന്നതെങ്കിൽ അതിന് ഇന്ത്യക്ക് കഴിയണം. അതിനുള്ള സാമർഥ്യവും വൈദഗ്ധ്യവുമുള്ള ഏജൻസികൾ ഇന്ത്യക്കുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഞാൻ പറഞ്ഞപ്പോ ഏത് ഭരണകക്ഷി ഭരിച്ചാലും ഈ ജിങ്കോയിസ്റ്റ് മനോഭാവമുള്ള യുദ്ധോത്സുകരായ ഇവിടുത്തെ ചില വിഭാഗം പാക് കാശ്മീർ പിടിച്ചടക്കൂ, അതുപോലെ ഹാജിപുർ പിടിച്ചടക്കൂ, അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്ത് തകർക്കൂ എന്നൊന്നും പറയുന്ന മാതിരി ചെയ്യാൻ ആർക്കും പറ്റില്ല. അപ്പോൾ വളരെ വിചാരത്തോടെ, വളരെ ശ്രദ്ധയോടെ, അവധാനതയോടെ കൈകാര്യം ചെയ്യും. ഇതിന് പാകിസ്ഥാന് തക്കതായ മറുപടി കിട്ടിയുമിരിക്കും. പക്ഷെ അത് ഏത് വിധത്തിൽ ആവും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അത് വളരെ കുറച്ചു പേർക്കേ അറിയൂ. അതൊരു സർപ്രൈസ് ആയിരിക്കും. പാകിസ്ഥാനും സർപ്രൈസ് ആയിരിക്കും, നമുക്കും സർപ്രൈസ് ആയിരിക്കും, അന്താരാഷ്ട്ര സമൂഹത്തിനും സർപ്രൈസ് ആവുന്ന വിധത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവും. പാകിസ്ഥാനിൽ നിന്നുള്ള തിരിച്ചടി ഉണ്ടാവും എന്ന് ഇന്ത്യക്കറിയാം. ആ തിരിച്ചടിയുടെ ശക്തി എത്രമാത്രം പരിമിതപ്പെടുത്താം എന്നതായിരിക്കും ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജോസഫ് കുട്ടി സാർ, ഇവിടെ ഈ ഉറിയിൽ, കുപ്വാരയിൽ, അസ്കർ മേഖലയിലെല്ലാം ഇപ്പോഴും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നുണ്ട് എന്നതാണ് വിവരം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നും ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം പാകിസ്ഥാൻ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്താണല്ലോ ഈ സാധാരണക്കാരായ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ച ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത തിരിച്ചടി നൽകണമെന്നൊരു പൊതുസമൂഹത്തിൻ്റെ വികാരമുണ്ടാകുന്നത്. അവിടെ ഷിനാസ് സാറ് സൂചിപ്പിക്കുന്ന പോലെ അതൊക്കെ ഒരു പൊതുവികാരമാണ് എന്നതിനപ്പുറത്ത് കൃത്യമായി സൈനിക നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെ ലക്ഷ്യം എന്ന ഒന്നുണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടേണ്ട ഉത്തരവാദിത്വമുണ്ട്. അവിടെയാണല്ലോ ഈ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പൂർണ്ണമായൊരു പിന്തുണ ഇന്ത്യക്ക് ആവശ്യമായി വരുന്നത്. അവിടെ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇതിൽ പാകിസ്ഥാൻ്റെ പങ്കിന് എന്ത് തെളിവ് എന്ന് ചോദിക്കുന്നു, അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് പറയുന്നു. അപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് പാകിസ്ഥാൻ്റെ സൈനിക ഉദ്യോഗസ്ഥനടക്കമാണ് ഈ ആക്രമണത്തെ മുന്നിൽ നിന്ന് നയിച്ചത് എന്ന കണ്ടെത്തലുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു തിരിച്ചടി നൽകുമ്പോൾ അത് കൃത്യമായി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വിശ്വാസം ആർജിച്ച ശേഷം, അതല്ലെങ്കിൽ കൃത്യമായൊരു തെളിവോ വിവരങ്ങളോ പങ്കുവെക്കാൻ ഉള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം, അങ്ങനെ മാത്രമല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ?
തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയത്തിൽ തന്നെ നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ ഡിപ്ലോമാറ്റിക് ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ പ്രശ്നത്തിന്റെ ഗൗരവം മറ്റ് ലോകരാഷ്ട്രങ്ങളെ, പ്രത്യേകിച്ചും അമേരിക്കയും ബ്രിട്ടനെയും അതുപോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെയും ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യങ്ങളെയും ഇന്ത്യയുടെ അയൽപക്ക രാജ്യങ്ങളെയും ഈവൻ ചൈനയെ വരെ നമ്മൾ ഡിപ്ലോമാറ്റിക് ലെവലിൽ അറിയിക്കും ഇതിന്റെ ഗൗരവം. അത് അറിയിച്ച് നമ്മൾ ഇതിനെ എത്രമാത്രം ഗൗരവത്തോടുകൂടി എടുക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നമുക്കൊരു നടപടിയുമായിട്ട് പാകിസ്ഥാന് എതിരെ പോകുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഏകപക്ഷീയമായി ആരെയും അറിയിക്കാതെ നമുക്ക് ചെയ്യുന്നതിന് വളരെ പരിമിതികളുണ്ട്. കാരണം നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള രീതിയിലും മാത്രമല്ല, എന്തെങ്കിലും ഒരു സംഘർഷമുണ്ടായി അതൊരു പരിധി വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം പിന്തുണയും അവരെ നമ്മുടെ ആവശ്യം എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു അക്രമവുമായി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ അങ്ങനെ നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ നമ്മളിപ്പോൾ തന്നെ ഏകദേശം സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും നമ്മൾ വിളിച്ച് ബോധ്യപ്പെടുത്തും. 10-25 പ്രധാനപ്പെട്ട രാജ്യങ്ങളെങ്കിലും ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു നടപടിയുമായി മുന്നോട്ട് പോവുക. അതേ തലത്തിൽ തന്നെ പാകിസ്ഥാനും ചെയ്തുകൊണ്ടിരിക്കും, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന്. ഇപ്പൊ നമ്മൾ തെളിവ് കൊടുത്തു എന്ന് പറയുമ്പോഴും ഇതെല്ലാം പരോക്ഷമായ തെളിവുകൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ആരെയും പിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിന് നമ്മൾ തെളിവുകളായി പറയുന്നത് ലഷ്കർ-ഇ തയ്യബയുടെയും അതുപോലെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെയും ഒക്കെ ഇന്ത്യ വെല്ലുവിളികളും വളരെ മോശമായിട്ടുള്ള ഇന്ത്യക്കെതിരെയുള്ള അവരുടെ മതപരമായിട്ടുള്ള പ്രസ്താവനകളും ഒക്കെ തന്നെയാണ് അതിന്റെ തെളിവുകളായി നിലവിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത്. പക്ഷേ ഇതിന്റെ ഈ സൂചിപ്പിച്ചതുപോലെ അതിർത്തിയിലൊക്കെ അതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഘർഷം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ അങ്ങോട്ട് ഫയറിങ്ങും കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നമ്മുടെ ഇവിടെ വാർത്തകൾ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. നമ്മൾ തീർച്ചയായും നമ്മുടെ സൈനികർ അജിറ്റേറ്റഡ് ആണ് ഈ പ്രശ്നത്തിൽ. സ്വാഭാവികമായി നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവും. അപ്പം അതൊരു പരിധി വിട്ട് പോകാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും ലോകരാഷ്ട്രങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴത്തെ ലോക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ 20 ഏതാനും ആൾക്കാരുടെ മരണം ഈ സൂചിപ്പിച്ചതുപോലെ അവരെ സംബന്ധിച്ചിടത്തൊരു വലിയ പ്രശ്നമായി കാണുന്നതായി ഞാൻ കരുതുന്നില്ല. കാരണം അതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങളാണ് യുക്രൈനിലും പലസ്തീനും അതുപോലെയുള്ള ടാരിഫ് വാറിന്റെ ഭാഗമായിട്ട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്നത്. വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഇതൊരു വലിയ പ്രശ്നമായി അവർ പരിഗണിക്കുവാൻ തന്നെ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക പോലും പറഞ്ഞത് ഇത് നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമ്പോഴും പിന്തുണ ഇന്ത്യക്കുണ്ട് എന്ന കാര്യമൊക്കെ അവർ പറയുമ്പോഴും അതിന് പരിമിതിയുണ്ട്. അപ്പൊ ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നത് ഒരു നടപടി എടുക്കുന്നതിലേക്ക് പോകുന്നതിന്, ഒരു സൈനിക നടപടി എടുക്കുന്നതിലേക്ക് പോകുന്നതിന് വേണ്ടത്ര പിന്തുണ മറ്റു രാജ്യങ്ങളിൽ കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇവരൊക്കെ ധാർമ്മികമായ പിന്തുണ നൽകുമ്പോഴും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ധാർമ്മികമായ പിന്തുണയും സൈനികമായ ഒരു നടപടിക്ക് വേണ്ടുന്ന പിന്തുണയും രണ്ടും രണ്ടാണ്. ഈ കാര്യത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, ഇപ്പൊ താലിബാൻ പോലും ഈ അക്രമത്തെ അപലപിച്ചു. പക്ഷെ എന്തുകൊണ്ട് ഏതൊരു പ്രശ്നമുണ്ടാകുമ്പോൾ താലിബാൻ നമുക്ക് അനുകൂലമായി നിൽക്കുമെന്ന് ചിന്തിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം താലിബാൻ ഇപ്പോഴും നമ്മളുമായി ഡിപ്ലോമാറ്റിക് ബന്ധമൊക്കെ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. താലിബാനും പാകിസ്ഥാനുമായി, അതായത് അഫ്ഗാനിസ്ഥാനുമായി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചില പ്രശ്നങ്ങളിൽ നമ്മളെ അവർ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അന്തിമമായി ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാനെ വിട്ടു നിൽക്കാൻ കഴിയുമെന്ന് നമുക്ക് കഴിയില്ല. അപ്പൊ ധാർമ്മികമായ പിന്തുണയും ഒരു സൈനിക നീക്കത്തിനുള്ള പിന്തുണയും ചില ഡിപ്ലോമാറ്റിക് കാര്യങ്ങളുള്ള പിന്തുണയും എല്ലാം നമ്മൾ വേർതിരിച്ച് കാണേണ്ടതുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ എപ്രകാരം പ്രതികരിക്കുമെന്നും അങ്ങോട്ട് ഇപ്പൊ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അങ്ങോട്ടൊരു അക്രമം നടത്തിയാൽ തീർച്ചയായും പാകിസ്ഥാന് തിരിച്ചെന്തെങ്കിലും ചെയ്യാതിരിക്കാൻ, ചിലപ്പോൾ അവരുടെ ശേഷിക്കനുസരിച്ച് നമ്മൾ നടത്തിയതിനേക്കാൾ കുറഞ്ഞൊരു അക്രമമായിരിക്കും അവർക്ക് നടത്താൻ ശേഷിയുള്ളത്. അത് നടത്താതിരിക്കുവാൻ പാകിസ്ഥാൻ എന്നല്ല വേറെ എത്ര ചെറിയ രാഷ്ട്രമാണെങ്കിലും അവർക്ക് കഴിയുന്ന രീതിയിൽ അവരെന്തെങ്കിലും തിരിച്ചു ചെയ്യും. അപ്പൊ അതിനെയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അത് ജനജീവിതത്തെ ദുസ്സഹമാക്കരുത്, ബുദ്ധിമുട്ടിലാക്കരുത്. ഇതെല്ലാം അന്തിമമായി ജനജീവിതത്തെയാണ് ബാധിക്കുന്നത്. രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക പുരോഗതിയാണ് ബാധിക്കുന്നത്, സ്ഥിരതയാണ് ബാധിക്കുന്നത്, ലോക സമാധാനത്തെയാണ് ബാധിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുത്ത് മാത്രമേ ഇതിൻ്റെ അകത്തൊരു നടപടിയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. കാരണം ഒരു വിഷമ സന്ധി തന്നെയാണിത്. അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളത് ഈ സൂചിപ്പിച്ചതുപോലെ വളരെ ആലോചിച്ച് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും അതുപോലെയുള്ള ക്യാബിനറ്റ് കമ്മിറ്റിയിലും ഒക്കെ ആലോചിച്ച് വേണ്ട സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ലിമിറ്റഡ് സ്ട്രൈക്കിനായിരിക്കും സാധ്യത. അതിനപ്പുറത്തേക്ക് പോകുന്നതിന് നമുക്ക് വളരെ ഏറെ പരിമിതികളുണ്ട്. പാകിസ്ഥാൻ അതിലേറെ പരിമിതികളുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയുവാൻ കഴിയുക. ശ്രീ നിർമ്മൽ എബ്രഹാം, നമ്മൾ ഈ സൂചിപ്പിക്കുന്ന പോലെ പാകിസ്ഥാന്റെ
ഒരു പരിധിവരെയെങ്കിലും അവിടുത്തെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ടെൻഷൻ ഉണ്ടാക്കുന്നത് എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതുകൊണ്ട് കൂടിയാണ് ആ ടോപ്പിക്കിലേക്ക് പോവാത്തത്. ഇനിയിപ്പോൾ നിലവിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര യുദ്ധം എന്ന് തന്നെ പറയാവുന്ന സിന്ധു നദീജല വിഷയമാകട്ടെ, ഇന്ത്യ അതിർത്തികൾ അടച്ചിട്ടുള്ള നടപടിയാകട്ടെ, പാകിസ്ഥാൻ പൗരന്മാരെ ഇവിടെ നിന്ന് രാജ്യം കടത്തിയത് ആകട്ടെ, നമുക്കറിയാമല്ലോ ആ വൈകാരികമായ ചില കാഴ്ചകളൊക്കെ നമ്മൾ അതിർത്തിയിൽ കണ്ടതാണ്. വർഷങ്ങളായി ഇന്ത്യയിൽ തുടരുന്ന പാകിസ്ഥാനികൾ, വിവാഹം കഴിച്ചിട്ടുള്ളവർ, കുടുംബം ഇവിടെയുള്ളവർ, അവരൊക്കെ കണ്ണീരോടെയാണ് പോകുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലുമൊക്കെ ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള ഈ തന്ത്രങ്ങൾ പോലും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാം. അതാണ് സെബാസ്റ്റ്യൻ പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു ജനതയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളത്. നിലവിൽ ഏതെങ്കിലും രാജ്യങ്ങൾ അതിനെ, ഈ ബംഗ്ലാദേശ് പോലെയുള്ള ഒന്നോ രണ്ടോ വിരലിൽ എണ്ണിയാലുള്ള ചെറു രാജ്യങ്ങൾ അതിനെ എതിർക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഇതുവരെയുള്ള നീക്കങ്ങളെ ആരും, അതായത് പ്രബലമായ രാഷ്ട്രങ്ങളൊന്നും തന്നെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇന്ത്യ നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് ആ നിലയിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒരു പിന്തുണയുണ്ട് എന്നാണോ? ഒരുപക്ഷെ വരും നാളുകളിൽ ഇതിൽ കൂടുതൽ ചിന്തിക്കണം, ആലോചിക്കണമെന്നൊരാവശ്യമൊക്കെ ഉയർന്നു വരുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ലല്ലോ. അല്ല, പൊതുവെ ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് പവർഫുൾ ആയിട്ടുള്ള നേഷൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. ഇപ്പൊ ഇന്ത്യ ചെയ്തിരിക്കുന്ന എല്ലാം ഡിപ്ലോമാറ്റിക്, ഒന്നും മിലിറ്ററി എസ്കലേഷനിലോട്ട് ഇന്ത്യ പോയിട്ടില്ല. അതിനെയാണ് UN സഹിതം സാരമില്ല എന്നുള്ള പക്ഷത്തിൽ അവർ വെക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അതുകൊണ്ട് അതിനെ അപലപിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇനി മുന്നോട്ട് ഇന്ത്യ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ പാകിസ്ഥാനെ എഫക്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു ഡിസ്കഷൻ ആയിരിക്കും. അതിലൊന്നാണ് നേരത്തെ സൂചിപ്പിച്ച ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ കാര്യം. തെളിവുകളില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിലവിലെ പ്രശ്നം പറയാം. അതായത് പണ്ട് 2008 മുംബൈ ടെറർ അറ്റാക്സിന്റെ കേസിൽ അജ്മലിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, അന്നത്തെ ഡേവിഡ് ഹെഡ്ലി എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി അമേരിക്കൻ ഉണ്ടായിരുന്നു, പുള്ളി ഇതിന്റെ മാസ്റ്റർ മൈൻഡ് ആയിരുന്നു. ആളുടെ തെളിവുണ്ട്, ആള് പറഞ്ഞിട്ടുണ്ട്, വാക്കാൽ ടെസ്റ്റിമണി കൊടുത്താണ് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള ISIയുടെ സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അജ്മൽ കസബ് മൊഴി കൊടുത്താണ് ലഷ്കർ ഇ തായിബയുടെ ട്രെയിനിങ് കിട്ടി, അത് പാകിസ്ഥാനിൽ വെച്ച് ഫ്രീ ആയിട്ടാണ് ആ ഒരു ട്രെയിനിങ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സാക്കിയൂർ റഹ്മാൻ, അതിന്റെ മറ്റൊരു മാസ്റ്റർമാരുള്ള സാക്കിയൂർ റഹ്മാനെ കണ്ടെത്തിയതും പാകിസ്ഥാനിൽ നിന്നാണ്. ഇങ്ങനെയുള്ള തെളിവുകൾ ഉണ്ടെങ്കിലും ഒരു അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമിൽ, പ്രത്യേകിച്ച് UN-ലോ അല്ലെങ്കിൽ ഈ പറയുന്ന FATF-ന്റെ ഒക്കെ മുന്നിൽ തെളിവ് ഹാജരാക്കും. അത് വ്യക്തമായ കൃത്യമായ തെളിവുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവർക്ക് ഫണ്ടിങ് ഉണ്ടെന്ന് പറയുന്നു, അതായത് പാകിസ്ഥാൻ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിന് മദ്രസകൾ വഴിയും ഡൊണേഷൻസും ചാരിറ്റി ഒക്കെ വഴി ഫണ്ടിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുത്തു എന്നുള്ളതിന്റെ പ്രൂഫ് ഇന്ത്യക്ക് ഹാജരാക്കാൻ പറ്റിയാൽ അത് നല്ലതായിരിക്കും. ഇവർ തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. ISI ആണ് ഇവർക്ക് ഇൻഫർമേഷൻ കൈമാറിയത്. എങ്ങനെ കൈമാറി? ടെലിഫോണിലൂടെയാണോ, ചാറ്റിലൂടെയാണോ? ആണെങ്കിൽ ഫോണിന്റെ ഇന്റർസെപ്ഷൻ നടത്തിയോ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ്, ചാറ്റ് ലീക്ക് ചെയ്ത് കിട്ടിയോ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ്, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ്. ഇങ്ങനെയുള്ള തെളിവുകൾ സ്ഥാപിച്ച് ഇന്ത്യ പാകിസ്ഥാനും ഈ പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് കാണിക്കാൻ സാധിച്ചാൽ സാങ്ഷൻസുമുള്ള വലിയ വലിയ വിപത്തുകൾ പാകിസ്ഥാനെ കാത്തിരിക്കുന്നു. പക്ഷേ ഇന്ത്യക്ക് സമയമെടുക്കും. പക്ഷേ ഇപ്പോഴത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ടൈം ലൈൻ ശ്രദ്ധിച്ചറിയാം. നേരത്തെ സൂചിപ്പിച്ച 2019 22 ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറ്റിയത്. ഈ ഗ്രേ ലിസ്റ്റിലാക്കിയ ഉടനെയാണ് നമ്മൾ പെട്ടെന്ന് ഈ പറയുന്ന ജയ്ഷെ മുഹമ്മദിനെ കുറിച്ചും പതിയെ ലഷ്കർ ഇ തായിബയെ കുറിച്ചും കേൾക്കാതെയായി. എന്നാൽ അതേ സമയത്ത് ഉയർന്നു വന്ന 2 ഏജൻസീസ് ആണ്. ഒന്ന് ഇപ്പൊ ഈ അറ്റാക്ക് നടത്തിയ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടും, 2 പീപ്പിൾസ് ആന്റി ഫാഷിസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ മറ്റൊരു PAFF എന്ന് പറഞ്ഞ വേറൊരു സംഘടനയുണ്ട്. ഈ 2 സംഘടന കശ്മീർ പുറത്തുവിട്ട കണക്ക് നോക്കിയ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏകദേശം 175ഓളം ചെറുതും വലുതുമായിട്ടുള്ള 5 പേര്, 6 പേര്, 10 പേര്, 3 പേര് അടങ്ങുന്ന കൂടുതലും അന്യമതസ്ഥരെയൊക്കെ അവർ കൊന്ന് അതിന്റെ ക്ലെയിം അവരെടുത്തിട്ടുണ്ട്. സോ അതിന്റെ അർത്ഥം ഇത് വർഷങ്ങളായിട്ട് ഈ 2 വലിയ ഏജൻസീസ് പോയതിനു ശേഷം അതിന്റെ ഓഫ് ഷൂട്ടുകളായിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യക്ക് തെളിയിക്കാൻ പറ്റേണ്ടത് ഈ TRF-ഉം അതേപോലെ PAFF-ഉം എങ്ങനെയാണ് ഇസ്ലാമിക് ടെററുമായിട്ട് ബന്ധം. കാരണം അതിന്റെ നേച്ചർ തന്നെയാണല്ലോ, പേര് തന്നെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നും പീപ്പിൾസ് ആന്റി ഫാഷിസ്റ്റ് ഫ്രണ്ട് എന്നും പറയുമ്പോൾ വേറൊരു രീതിയിലാണ് അതിന്റെ പേര് പോലെ അവർ കോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യക്ക് അത് തെളിയിക്കേണ്ടി വരും. ആ തെളിയിക്കണമെങ്കിൽ ഒന്ന് ഈ ടെററിസ്റ്റുകളെ കിട്ടണം. അത് ഇന്ത്യക്ക് മറ്റൊരു ചലഞ്ച്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ മൗണ്ടൈനസ് ആയിട്ടുള്ള ഏരിയ ആണ്, കാട് നിറഞ്ഞ ഏരിയ ആണ്, അവിടെ നിന്ന് ഇവരെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ നമുക്കറിയാത്ത പോലെ ഏതെങ്കിലും ലോക്കൽ സപ്പോർട്ട് കാണും, അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അതല്ലെങ്കിൽ ഈ ISI തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പില്ല. 4മതൊരു കാര്യം, പൊതുവെ ഇത്തരത്തിലുള്ള അറ്റാക്സ് കഴിഞ്ഞാൽ മിക്ക ടെററിസ്റ്റുകളും ചെയ്യുന്നത് അവരുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റം വരുത്തി നിർമ്മൽ, ഞാനൊന്ന് ഇടപെടുന്നത്, അതായത് ഈ പ്രാദേശികമായ ഒരു സഹായം ലഭിച്ചു എന്നുള്ളൊരു ഡേറ്റകളിലേക്കല്ലേ ഇപ്പോൾ തന്നെ പോയിട്ടുള്ളത്?
തീർച്ചയായും ഇത്രയും നാളായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒരു പോസിബിലിറ്റി അതാണെന്ന് പറയുന്നില്ല. നാലോ അഞ്ചോ പോസിബിലിറ്റികളിൽ ഒരു പോസിബിലിറ്റി അതാണ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് അറ്റാക്ക് നടന്നതിന് ശേഷം അവിടെ നിന്ന് എങ്ങനെ ഇത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിച്ചു, അല്ലെങ്കിൽ എവിടെ ഒളിച്ചിരിക്കുന്നു, ആരതിന് സഹായം കൊടുക്കുന്നു, ഓരോ നീക്കും. കാരണം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 4 രീതിയിൽ ഇന്ത്യ വല വീശിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ ആർമി ഉണ്ട്, ജമ്മു കാശ്മീർ പോലീസ് ഉണ്ട്, CAPF ഉണ്ട്. ഇവരെല്ലാം അന്വേഷിച്ചു. 60 ലക്ഷം രൂപ ഓരോരുത്തരുടെ തലയ്ക്ക് വിലയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ടും ഒരു മനുഷ്യൻ പോലും ഡേറ്റ പുറത്തു വിടുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ അതിന്റെ അർത്ഥം ലോക്കൽ സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ഫിയർ ഉണ്ട്. കാരണം ഇപ്പോഴാണ് നമ്മൾ TRF-നെ കുറിച്ച് കേൾക്കുന്നത്. പക്ഷെ 5 വർഷമായിട്ട് അവിടെ ചെറുതും വലുതുമായിട്ടുള്ള അറ്റാക്സ് നടത്തുന്ന ഓർഗനൈസേഷൻ. അതുകൊണ്ട് ഒരുപക്ഷെ ലോക്കൽസ് ഭയക്കുന്നുണ്ടായിരിക്കും ഇവരെ കുറിച്ച് ഇൻഫർമേഷൻ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അവർക്കോ അവരുടെ കുടുംബത്തിനോ നാളെ എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടാവും എന്നുള്ളൊരു ഭയം കാണും. അതുകൊണ്ട് ചിലപ്പോൾ പുറത്ത് വിടാത്തത് ഒരു പോസിബിലിറ്റി ആയി. യെസ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. പൊതുവേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പല രാഷ്ട്രങ്ങളും ഇമ്മീഡിയറ്റായി എടുക്കുന്ന ഒരു ഭീകരവാദത്തിനെതിരായ ഒരു നിലപാടുണ്ട്. അതിനെ തള്ളിപ്പറയുക തന്നെ ചെയ്യും. പക്ഷെ പിന്നീട് ഈ ഒരു ആക്രമണത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും അതൊരു പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിർത്തിക്കപ്പുറത്തേക്ക് കടന്നുകൊണ്ടോ ഉള്ള ആക്രമണമൊക്കെ വളരെ ഇതിനു മുമ്പ് അധികം ചരിത്രത്തിൽ നമുക്ക് കാണാനില്ല. എങ്കിൽ പോലും അതിർത്തി കടന്നും ഉണ്ട്, യുദ്ധം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഒരു പക്ഷേ, അതായത് ഈ പറയുന്നത് പോലെ വലിയ തോതിൽ ഈ മറ്റ് ലോകരാജ്യങ്ങൾക്ക് തള്ളിപ്പറയാവുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഇന്ത്യ പോകുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പരമാധികാരത്തിൽ മേലുള്ള ഒരു കടന്നുകയറ്റത്തിലേക്ക് ഇനിയും അങ്ങനെയൊരു നിലപാട് എത്രമേൽ സമ്മർദ്ദമുണ്ടായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. അല്ല, ഈ വിഷയത്തിലുള്ള വൈകാരികമായ തീവ്രത അത് ഓരോ ദിവസവും ചെല്ലുന്തോറും കുറഞ്ഞു വരും എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ വ്യക്തിപരമായ ദുഃഖവും നഷ്ടവുമാണെങ്കിൽ പോലും അതാണ് സംഭവിക്കുക. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, രാജ്യത്തിന് ഒരു വികാരമുണ്ട്, അതൊരു പൊതുവികാരമാണ്. ആ വികാരത്തിന് അനുസൃതമായ നിലപാടുകൾ ഗവൺമെൻറ്റിന് സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെയും ഭരണകൂടത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒക്കെ ഒരു ദൗർബല്യമായി ബലഹീനതയായി കണക്കാക്കപ്പെടും. പക്ഷെ അതിന് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ആ സൈനികമായ ആക്രമണത്തിനുള്ള സാധ്യത കുറയും എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റു പല ഓപ്ഷൻസുമുണ്ട്. പക്ഷേ ആ ഓപ്ഷൻസ് പ്രയോഗിക്കുമ്പോൾ, വ്യാപാര ഉപരോധം ഉൾപ്പെടെയുള്ള ഓപ്ഷൻസ് പ്രയോഗിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും വേദനിക്കും. ഇപ്പോൾ വ്യോമപാത പാകിസ്ഥാൻ അടച്ചതുകൊണ്ട് എയർ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നഷ്ടം, അതിഭീമമായ നഷ്ടത്തെക്കുറിച്ചുള്ള വാർത്ത കണ്ടു. അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഉപദ്രവിക്കാൻ കഴിയും, നഷ്ടമുണ്ടാക്കാൻ കഴിയും, വേദനിപ്പിക്കാൻ കഴിയും. പക്ഷെ അതിനെല്ലാം ഉപരിയായി നമ്മൾ എന്ത് നടപടി സ്വീകരിക്കുമ്പോഴും അതൊരു ഡയറക്റ്റായിട്ടുള്ള മിലിറ്ററി ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് പെട്ടെന്ന് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യയെ ലോകം കാണുന്നത് ഇസ്രായേലിനെ കാണുന്നത് പോലെയല്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രതികാരത്തിൻ്റെ ഒരു ഭാഷയിൽ ഇന്ത്യക്ക് സംസാരിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയുന്നത്, ആലോചനയോടെ, ജാഗ്രതയോടെ, അവധാനതയോടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പൊതുവായി ലോകത്തിൻ്റെ അഭിപ്രായം നമുക്ക് അനുകൂലമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള വലിയൊരു നീക്കത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല, മറിച്ച് ആലോചനയോടെ, അവധാനതയോടുകൂടി തന്നെയാണ് ഇന്ത്യ ഓരോ സ്റ്റെപ്പുകളും എടുക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.